ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിയാൻസ് മീഡിയ. ഇത്തവണ സിയാൻസ് മീഡിയയിലെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു 2 ഡേ ഹോളിഡേ ട്രിപ്പാണ് കേട്ടോ. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് പെട്ടെന്ന് തന്നെ എക്സിക്യൂട്ട് ചെയ്ത ഒരു ട്രിപ്പായിരുന്നു ഇത്. അപ്പോൾ വീഡിയോ ഫസ്റ്റ് ടു ലാസ്റ്റ് കാണുക, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ബുക്ക് ചെയ്തത്, 2 ഡേയ്സിന് വേണ്ടി എന്തോരം നമ്മൾ സ്പെൻഡ് ചെയ്തു, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, നമുക്ക് ഒരു വുഡൻ ഹൗസിലാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. നമ്മളിതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കണ്ട് വല്ലാതെ നമ്മൾ അട്രാക്റ്റീവായിട്ടാണ് ഇത് സെലക്ട് ചെയ്തത്. ബിക്കോസ് നല്ലൊരു മൗണ്ടൻ വ്യൂ ആണ്. പിന്നെ ഇവരുടെ ഫാമിലി, ഇവർക്ക് കൗസ് ഉണ്ട്, ഷീപ്പ് ഉണ്ട്, അങ്ങനെയൊക്കെ കണ്ടിട്ടാണ് നമ്മളിത് ബുക്ക് ചെയ്യുന്നുണ്ടോ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇലക്ട്രിക് ഹീറ്റേഴ്സ് നമുക്കില്ല, ഗ്യാസ് ഹീറ്റ് അല്ല. ഗ്യാസും കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും നമ്മളോട് ഹീറ്റ് ചെയ്യുന്നത് വുഡൻ രീതിയിൽ തന്നെ നമ്മൾ വിറക് കത്തിച്ചിട്ടാണ്. അപ്പോൾ അതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. UK വന്നിട്ട് ഇതുവരെ നമുക്ക് അങ്ങനെ വിറക് വെച്ച് ഇങ്ങനെ കത്തിച്ച് അതുപോലെ ചൂടാക്കുന്ന ഒരു സംഭവം ആദ്യമായിട്ടാണ്. അത് നമ്മൾ എക്സൈറ്റഡ് ആയിരുന്നു. എത്ര കാലം കൂടി തീപ്പെട്ടി കൊള്ളിയെന്ന് വരച്ചതല്ലേ? അത്രയും വിറക് വേണോ? കുറച്ചാലും മതിയായിരുന്നു. 2.5 മാറ്റിക്കോ, അതിന് കിട്ടുന്ന ചൂടും മതി. പറയുന്ന പേരാണ് ലൈറ്റർ എന്ന് പറയുന്നത്. അത് മതി, അതിപ്പോ കത്തട്ടെ ആദ്യം. എനിവേ അതും ഒന്ന് എക്സ്പീരിയൻസ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റി കേട്ടോ. എന്തുകൊണ്ടാണ് അത്രയും വിറക് മതി, തൽക്കാലം അത് കത്തിച്ചാൽ മതി എന്നൊക്കെ ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഫ്രീ അല്ല കേട്ടോ. കാരണം നമ്മൾ ഈ വിറക് കത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ വുഡ്സിന് നമ്മൾ പൈസ കൊടുക്കണം. അവർ ഒരു ബക്കറ്റ് കോംപ്ലിമെൻ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. എക്സ്ട്രാ നമ്മൾ എടുക്കുന്ന ഓരോ ബക്കറ്റിനും 5 pounds വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഒന്നപാടെ തന്നെ മമ്മിക്ക് തണുക്കുകയാണെന്ന് പറഞ്ഞ് മമ്മി ഒന്ന് കയറി കിടന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് കാണുന്നത്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. അത് വന്നപ്പോൾ തന്നെ എൻ്റെ മോൾക്ക് ഇവരൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതില്ലാത്ത ഏതൊക്കെ സാധനങ്ങൾ നിങ്ങൾ നടക്കാൻ പോകുമ്പോൾ ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അത് അവരുടെ ഫാമിൽ ഓൾറെഡി ഉള്ള ചില സ്പീഷീസ് ആണ്. അത് ട്രീയുടെ കൊടുത്തിട്ടുണ്ട്, ആനിമൽസ്, ബേർഡ്സ്. പക്ഷെ അതൊന്നും നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ വലിയ പാടാണ്. എന്നാലും നടക്കാൻ പോകുമ്പോൾ അതുമായിട്ട് പോകാൻ അവൾക്കൊരു ആക്ടിവിറ്റി പോലെ അവർ പറഞ്ഞതാണ്. പിന്നെ ഇവരുടെ സ്വന്തം ഫാമിലെ പശുക്കളാണ് ഈ നിൽക്കുന്നത് കേട്ടോ. ഇതുങ്ങളെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. നേരിട്ട് കാണാനും തൊടാനും ഭയങ്കര ഫ്ലഫിയാണ് കേട്ടോ. ഭയങ്കര ഇത് കാണാൻ വേണ്ടിയിട്ടാണ് മെയിൻലി. ഇതൊക്കെ കാണുമ്പോൾ ഉള്ള ഒരു മനസ്സിൻ്റെ സ്ട്രെസ് ഫ്രീ ഒക്കെ ആവാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നത് തന്നെ. സോ അപ്പം അവർക്ക് തീറ്റ കൊടുക്കുന്ന സമയമാണിത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളിവിടെ വന്നിട്ട് അവർ പറഞ്ഞു നിങ്ങൾക്ക് പിടിക്കാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ വന്നിട്ട് ഇവിടെ ഇങ്ങനെ അവരുടെ പശുക്കളുടെ അടുത്ത് നിൽക്കുവാണ് കേട്ടോ. ഇവരിങ്ങനെ രാവിലെ തൊട്ട് ഇങ്ങനെ പശുക്കളെ അഴിച്ചു വിട്ടേക്കാണ് കേട്ടോ. രാത്രി ആകുമ്പോഴും പ്രത്യേകിച്ച് ഒരു തൊഴുത്ത് പോലെ സംവിധാനമൊന്നുമില്ല. അവരെ കയറ്റി കെട്ടാനൊന്നും പോകുന്നില്ല. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ പ്രസവിച്ച് അമ്മയും കുഞ്ഞൊക്കെ ആയിട്ടുള്ളവർ അങ്ങനെയുള്ളവങ്ങൾ മാത്രമാണ് കയറ്റുള്ളൂ. അല്ലാത്തവരൊക്കെ ഇങ്ങനെ ഫുൾ ടൈം ഈ വഴി നടക്കുക. അവരുടെ സ്ഥലം, അവരുടെ സമയം അങ്ങനെയൊക്കെയാണ്. പക്ഷേ എന്തായാലും 3 നേരം കറക്റ്റായിട്ട് ഇവർ തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് വരും. ആ സമയം ഇവർക്കറിയാം. പശുക്കൾ അവിടെ വന്ന് ഇവരെ അങ്ങോട്ട് നോക്കി വിളിക്കും, സൗണ്ട് ഉണ്ടാക്കി വിളിക്കും. ശരിക്കും നമുക്കത് കേൾക്കാം. അന്നേരം അവർ വരുന്നു, ഫുഡ് കൊടുക്കുന്നു. അത് ആ കറക്റ്റ് ടൈമിൽ അവരവിടെ എത്തും കേട്ടോ. അല്ലാത്ത സമയത്ത് മുഴുവൻ ഇങ്ങനെ ഇഷ്ടം പോലെ ഇവർക്ക് ഗ്രേസ് ചെയ്ത് നടക്കാൻ ഇഷ്ടം പോലെ സ്ഥലമാണ്. അപ്പോൾ അവരിങ്ങനെ നടക്കുവാണ് ഫുൾ ടൈം. അപ്പം നമ്മുടെ ചെക്കിൻ ടൈം എന്ന് പറയുന്നത് 3 മണിയായിരുന്നു. അപ്പം നമ്മൾ വന്ന വഴി തന്നെ ഹീറ്റെല്ലാം സെറ്റാക്കി വീടിൻ്റെ അകത്ത്. അതിനുശേഷം നമ്മളൊരു ഫുൾ ടൈം ആ വഴിയൊക്കെ ഒന്ന് റൗണ്ട് അടിച്ച് നടന്നു, പശുക്കളെയൊക്കെ കണ്ടു. അങ്ങനെ ഓൾമോസ്റ്റ് രാത്രി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് തന്നെ കഴിച്ച് വൈകിട്ട് നമ്മൾ ഇഡലിയിൽ പോയി കുറച്ച് തൽക്കാലത്തേക്കുള്ള ഡിന്നറൊക്കെ സെറ്റാക്കി. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് അന്നത്തെ രാത്രി കിടന്ന് സുഖമായി ഉറങ്ങി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ നമുക്ക് വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് വേണോ വേണ്ടിയോ എന്ന് അവരോട് പറയണം. അവർക്ക് ഓർഡർ കൊടുക്കാം. പക്ഷെ അതിന് പേയ്മെൻ്റ് ഉണ്ട്. ഒരു അഡൾട്ടിന് 8 pounds, ചൈൽഡിന് 5 pound അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് എന്താണെന്നൊക്കെ ഒന്ന് നോക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രെഡ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ബ്രെഡാണ്. ഇതിൽ കുറച്ച് ഇത് കുക്ക് ചെയ്യണം. മഷ്റൂം ആൻഡ് ടൊമാറ്റോ. മഷ്റൂംസ് ആൻഡ് ടൊമാറ്റോ ജസ്റ്റ് ഉപ്പും പെപ്പറും ഇട്ട് പിന്നെ
500 gram കാണും. High range eggs. hash brown potato, tea, baked beans, sausage. One is sausage, one is bacon in my understanding. This is bacon, I think. Yeah, this is bacon, the other one is sausage. നമുക്ക് ഐറ്റംസ് ചൂസ് ചെയ്യാൻ പറ്റില്ല, അവർ തരുന്നതാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വേണോ വേണ്ടയോ എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. സോ ഇതൊക്കെയായിരുന്നു അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ്. അതെല്ലാം നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പുറത്ത് പോയി ഇത് കഴിക്കുക എന്നാണ് വിചാരിക്കുന്നത്. ഐ മീൻ പുറത്ത് ഒരു ടേബിളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ വന്ന് കഴിക്കുക എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇത് അത്ര ഒരു കോസ്റ്റ് വർത്ത് ആണോ എന്ന് ചോദിച്ചാൽ കോസ്റ്റ് എഫക്റ്റീവ് അല്ല. സോ ഒരാൾക്ക് 8 pounds എന്ന് പറയുമ്പോൾ അത്യാവശ്യം എന്താ പറയുക കുറച്ച് എക്സ്പെൻസീവ് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ അടുത്ത ദിവസം ഇത് ഓർഡർ ചെയ്തില്ലായിരുന്നു. നമ്മൾ ലിറ്റിലിൽ നിന്ന് ഓൾറെഡി കോൺഫ്ലേക്സും ബ്രെഡൊക്കെ വാങ്ങിയത് വെച്ചിട്ട് കഴിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ പുറത്ത് വന്ന് സെറ്റായി ഇതെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ പ്രദേശത്തിൻ്റെ ഒരേ ഒരു ഡ്രോബാക്ക് ഞാൻ കണ്ടുപിടിച്ചത് ഇവിടുത്തെ വിൻഡി ക്ലൈമറ്റാണ്. എന്തൊക്കെ പറഞ്ഞാലും ഭയങ്കര കാറ്റാണ് കേട്ടോ. ബാക്കി കാണാനുള്ള ഭംഗി, അതുപോലെ തന്നെ സമ്മർ സീസണിൽ ചിലപ്പോൾ കുറച്ചുകൂടെ സൂപ്പറായിരിക്കും. അത്യാവശ്യം വെയിലും കാര്യങ്ങളും എല്ലാം ഉണ്ട്, നമുക്ക് എൻജോയ് ചെയ്യാം, സ്ട്രെസ് ഫ്രീ ആണ്, എല്ലാമാണ്. പക്ഷെ ഭയങ്കര കാറ്റാണ്, അത് മാത്രമാണ് ഒരു ഡ്രോബാക്കായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. തണുപ്പ് നമുക്ക് പിന്നെയും സഹിക്കാം, പക്ഷേ ഈ കാറ്റടിക്കുന്നതാണ് ഒരു പ്രശ്നം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഞാനും മമ്മിയും കൂടെ ഒരു ചിയേഴ്സൊക്കെ പറഞ്ഞ് പിന്നെ കുറച്ച് നേരം ഞങ്ങളുടെ DJ പാർട്ടി ആയിരുന്നു. ഞങ്ങളാകെ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തു. Get some. You can get some. അങ്ങനെ നല്ലൊരു തലയും കുത്തി പാട്ടും പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട്, ഇല്ല ഫുഡ് കഴിച്ചില്ല, ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് അതിന് ശേഷം തന്നെ ഞങ്ങൾ ഒപ്പം തന്നെ ഇറങ്ങി. എന്നാൽ എല്ലായിടത്തും ഒന്ന് പോയി സെറ്റ് ആവാം. കാരണം ഓൾറെഡി സാറിക്ക് ഫുഡൊക്കെ കൊടുത്ത് അവൾ ഉറങ്ങാൻ വേണ്ടി നിൽക്കും. അവളെയും കൊണ്ട് സ്ട്രോളർ തള്ളി ഇങ്ങോട്ടൊന്നും വരാൻ പറ്റില്ല ഈ വഴി കൂടെ. അപ്പോൾ അതുകൊണ്ട് ഞാനും സിയാനും അപ്പായും കൂടെ കൂടിയിട്ട് എന്താ പറയുക ഈ വഴിയൊക്കെ ഒന്ന് നടക്കാൻ വേണ്ടി വന്നു. മുട്ടക്കുന്ന് ഇവിടെ വളരെ ഫേമസ്. എവിടെയെങ്കിലും UK പോകുമ്പോൾ മുട്ടക്കുന്നിൽ കയറണം, അതുവഴി ഒന്ന് ചാടി മറിയണം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഇവിടം വരെ എത്താൻ വേണ്ടിയിട്ട് കുറേ എനിക്ക് തോന്നുന്നത് 1 kilometer നടന്നിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നല്ലൊരു പ്രദേശമാണ് അവിടെ. അപ്പോൾ ആ ഭാഗത്തോട്ടുള്ള നടപ്പൊക്കെ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ സാധാരണ ഷൂ ഇട്ടൊന്നും നടക്കാൻ പറ്റില്ല, ഭയങ്കര ചെളിയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ തന്നെ അവരുടെ 1-2 ബൂട്ട്സ് നമുക്ക് തന്നു, എല്ലാവർക്കും 2 പെയർ ബൂട്ട്സ് തന്നു. അപ്പോൾ അതെല്ലാം ഇട്ട് ഞങ്ങൾ സെറ്റായി അവിടെയൊക്കെ നടന്ന് തിരിച്ച് വന്നതിന് ശേഷം അടിപൊളിയായിട്ട് നമ്മൾ വേറൊരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്, ജാക്കൂസി. ഇവിടെ ജാക്കൂസി ഉണ്ടായിരുന്നു, അതും കൂടെ കണ്ടിട്ടാണ് നമ്മളിവിടെ ബുക്ക് ചെയ്തത്. അപ്പോൾ അതിൽ കയറി കിടക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഡ്രീമായിരുന്നു. അപ്പോൾ കുറേ നേരത്തെ വാക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്ന് ഫുഡെല്ലാം കഴിച്ച് ഉടനെ തന്നെ ജാക്കൂസിലേക്ക് ചാടി. നൈറ്റ് ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും എന്താണ് നമ്മൾ ചേട്ടായി പറഞ്ഞിട്ട് ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ ഓൾറെഡി ലിറ്റിൽ നമ്മൾ തൊട്ടടുത്തുണ്ട്, ടെസ്കോയും അടുത്തുണ്ട്. അവിടെ പോയി ഒരു കോഴീനെയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ചേട്ടൻ ഒറ്റയ്ക്ക് ഗ്രില്ല് സെറ്റ് ചെയ്യണം. കാരണം ജാക്കൂസി പതിവിലധികവും നടന്ന ഒരു ക്ഷീണവും ജാക്കൂസി കുറേ നേരം കിടന്ന ഒരു ക്ഷീണവും കാരണം ഞാൻ വീടിൻ്റെ അകത്തായിരുന്നു. പിന്നെ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു. അതൊന്നും മൈൻഡ് ആക്കാണ്ട് നമ്മൾ ചിക്കനൊക്കെ സെറ്റ് ചെയ്ത് ഗ്രില്ല് ചെയ്ത് അടിപൊളിയാക്കി എടുത്തു. അതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഡിന്നർ. അപ്പോൾ
അപ്പം ഞാൻ മാത്രമല്ല കേട്ടോ, സിയാൻകുട്ടിനും അപ്പായും ഓൾറെഡി ജാക്കൂസി ചാടിയായിരുന്നു. പക്ഷേ അന്നേരം അവർക്ക് അത്ര നല്ല ചൂടുണ്ടായിരുന്നില്ല. എൻ്റെ വെള്ളം നന്നായി തിളച്ചതിന് ശേഷമാണ് ഞാൻ അതിലിറങ്ങിയത്. അല്ലാതെ അത് ഓൾറെഡി അതും ഇപ്പം ഇലക്ട്രിക് ഒന്നും അല്ലാത്തതുകൊണ്ട് ഈ വുഡ് വെച്ചിട്ട് തന്നെയാണ് അത് ചൂടായി വന്നത്. ആ വെള്ളം ചൂടായി വരെ ഒത്തിരി സമയം എടുത്തായിരുന്നു. അപ്പോൾ അതിന് എക്സ്ട്രാ വേണ്ടി വന്ന വുഡ്സിൻ്റെ ഒന്നും ഇവിടുത്തെ ഓണർ നമ്മുടെ കയ്യിൽ നിന്ന് പൈസയൊന്നും മേടിച്ചില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ കിടിലൻ ഗ്രിൽഡ് ചിക്കനും ബട്ടർ നാനും ഒക്കെ കഴിച്ച് നമ്മൾ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ 10 മണിക്കായിരുന്നു ചെക്കൗട്ട്. അപ്പം നമ്മൾ പോയത് പെംബ്രോക്ക് ഷെയറിൽ ഹാവർഫോർഡ് വെസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു. അവിടുത്തെ ലിറ്റിൽ സ്ലേഡ് ഫാം ഹൗസിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. 2 ദിവസത്തെ സ്റ്റേക്ക് നമുക്കായത് 260 പൗണ്ടാണ്, 130 പൗണ്ട് പെർ നൈറ്റും, പിന്നെ ഒരു 40 പൗണ്ട് നമുക്ക് എയർബിഎൻബി ബുക്കിംഗ് ചാർജും, അതുകൂടാതെ തന്നെ ഒരു 14 പൗണ്ടിന് നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഫ്ലഡ്സ്, വിൻഡ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതിൽ കവേർഡ് ആയിരുന്നു. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 315 പൗണ്ടാണ് നമുക്ക് 2 ദിവസത്തെ ഹോം സ്റ്റേക്ക് ആയത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു. ആൻ്റണി ആൻഡ് വൈഫ് അവർ വളരെ നന്നായിട്ട് നമ്മളെ ടേക്ക് കെയർ ചെയ്തു. നമ്മൾ എന്തൊരാവശ്യം പറഞ്ഞ് വിളിച്ചാലും അപ്പം തന്നെ വരികയും നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരികയും ചെയ്യുമായിരുന്നു. സോ അവരുടെ ഗൂഗിളിലാണെങ്കിലും അവരുടെ ഹോം സ്റ്റേയിലുള്ള റേറ്റിംഗ് എന്ന് പറയുന്നത് 5 സ്റ്റാർസ് തന്നെയാണ്. സോ അത് നമ്മൾ എവിടെയും റെക്കമെൻഡ് ചെയ്യുന്ന ഒന്നുമാണ്. അവർ അഡ്വർടൈസ് ചെയ്തിരുന്നിട്ട് നമുക്ക് കാണാൻ കഴിയാതിരുന്ന അവിടുത്തെ ഷീപ്പായിരുന്നു. സമ്മർ ടൈമിൽ മാത്രമാണ് അയാൾ ഷീപ്പിന് വാങ്ങുക. അതിനുശേഷം ഒരു 5 മന്ത്സിന് ശേഷം വിൽക്കുകയാണ് ചെയ്യുന്നത്. ആ ടൈമിൽ അപ്പോൾ നമ്മൾ വന്നിരുന്ന സമയത്ത് ഷീപ്പ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോകുന്ന വഴിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്ഥലത്ത് ഇറങ്ങുകയും അവിടെ പോയിട്ട് ഷീപ്പിനെ കാണാനുള്ളൊരു അവസരം ഉണ്ടാക്കി തരികയാണ് ചെയ്തത്. അവിടെ ഷീപ്പ് മാത്രമായിരുന്നില്ല, നല്ല കുറേ പശുക്കളും ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് പോയിരുന്ന അയാൾ പ്രത്യേകം പറഞ്ഞായിരുന്നു ലിറ്റിൽ ഹെവൻ എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ളൊരു സീ ആ ഭാഗത്തുണ്ട്. പറ്റുമെങ്കിൽ അവിടെയും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾ കാർഡിഫിലോട്ട് തിരിച്ചു പോക്കോളെ. അങ്ങനെ ഞങ്ങൾ അവിടെ ഒന്ന് ഇറങ്ങി. പക്ഷേ സാറ ഉറങ്ങിയ കാരണം കൊണ്ട് അധികം നേരം നിൽക്കാൻ പറ്റിയില്ല. ഞാൻ ഇറങ്ങിയതും ഇല്ലായിരുന്നു. അങ്ങനെ അടിപൊളിയായിട്ടുള്ള 2 ദിവസത്തെ ഒരു ഹോം സ്റ്റേ എല്ലാം കഴിഞ്ഞ് നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.